അടിയന്തരാവസ്ഥ ദിനം സംവിധാൻ ഹത്യാ ദിനമായി ആചരിക്കും. ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കാനാണ് പ്രഖ്യാപനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ് പ്രഖ്യാപനം. 1975 ജൂൺ 25-നായിരുന്നു ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ മാസം 25 സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ വൈകുന്നേരം വ്യക്തമാക്കിയത്. നമുക്കറിയാം, ഈ ദിവസത്തിന്റെ പ്രത്യേകത രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ്. രാജ്യത്ത് ഭരണഘടനാ സംവിധാനങ്ങളെയും മൗലിക അവകാശങ്ങളെയും ചങ്ങലക്കിട്ടുകൊണ്ട് വലിയ ഇരുട്ടിലേക്ക് സമൂഹത്തെ തള്ളിവിട്ട ആ കാലഘട്ടം, അത് പുതുതലമുറ അതിനെപ്പറ്റി ബോധവാന്മാരാകണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് എല്ലാ വർഷവും സംവിധാൻ ഹത്യാ ദിവസ് എന്ന നിലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ഓർമ്മപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അടുത്തിടെ നടന്നിട്ടുള്ള സഭാ സമ്മേളനങ്ങളിലുമെല്ലാം ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും തങ്ങൾ നിലകൊള്ളുന്നത് ഭരണഘടന നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ BJP ഒപ്പം കേന്ദ്ര സർക്കാരും മറുഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്ത് ഭരണഘടനാ സംവിധാനങ്ങളെ ചങ്ങലക്കിട്ടത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും മനുഷ്യന് പൗരാവകാശം ഇല്ലാതാവുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അതിനാൽ ആ കാലഘട്ടം പുതുതലമുറ ഓർക്കണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വർഷവും ഇനിയും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് എന്ന നിലയിൽ ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അമിത്ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംവിധാൻ ഹത്യാ ദിവസിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വിവരിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഭരണഘടനയെപ്പറ്റി വാചാലമാകുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്താണ് 1975 ജൂൺ മാസം 25 മുതൽ 1977 മാർച്ച് മാസം 21 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിന്നത്. അതിനാൽ ആ കാലഘട്ടം ഓർമ്മിക്കുക. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ മറവിൽ നടന്നിട്ടുള്ള കൊടിയ പീഡനങ്ങൾ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ അന്ന് തെരുവിൽ പ്രതിഷേധിച്ച ധാരാളം ആളുകളുണ്ട്. അതിൽ നിരവധി പേർ മരണപ്പെട്ടു. നിരവധി ആളുകൾക്ക് അതിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അതിന്റെ ബാക്കി പത്രമായി ഇപ്പോഴും ജീവിക്കുന്ന ബലിദാനികൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമായി സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദൃശ്യ ഗൗതം, കേന്ദ്ര സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളെ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതും അതുപോലെ ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമല്ല ഇത്തരത്തിലുള്ള ഒരു തീരുമാനം? ദൃശ്യ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് പുതുതലമുറയെ അടിയന്തരാവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുക എന്നതാണ്. കാരണം ഒരുപക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1975-ലാണ്. നമുക്കറിയാം, അതിന് മുൻപ് ജനിച്ച ആളുകൾക്ക് അടിയന്തരാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദിനരാത്രങ്ങളാണ് കടന്നുപോയത് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കറിയാം. പിന്നീട് 80-കളിലോ 90-കളിലോ ജനിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അവർക്ക് കേട്ടുകേൾവിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ തൊട്ട് മുൻപിലുള്ള തലമുറ അടിയന്തരാവസ്ഥ നേരിട്ട് കണ്ടവരാണ്. അവർക്കും ഈ കോൺഗ്രസിന്റെ ഭരണകൂടം എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തത് എന്നതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ രാജനെ പോലെ ഉള്ള ചെറുപ്പക്കാരെ ഉരുട്ടിക്കൊന്ന പോലീസ് നടപടി, അതുപോലെ തന്നെ നാദാപുരം കണ്ണനെ പോലെ, വർക്കല വിജയനെ പോലെയൊക്കെയുള്ള ധാരാളം ചെറുപ്പക്കാർ ആ കാലഘട്ടങ്ങളിൽ മിസ്സിംഗ് ആവുകയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രം 80-കളിലും 90-കളിലും ഒക്കെ ജനിച്ച ആളുകൾക്ക് ഒരുപക്ഷെ ബോധ്യമുണ്ടാകാം. എന്നാൽ ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് വലിയ തോതിൽ ഇതിനെപ്പറ്റി അറിയില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിനിടയിൽ വലിയ തെറ്റിദ്ധാരണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം തങ്ങളാണ് ഭരണഘടനയുടെ വക്താക്കളെന്നും BJP അധികാരത്തിലിരുന്നാൽ ഭരണഘടന തിരുത്തുമെന്നൊക്കെയുള്ള അതിഭീകരമായ പ്രചരണം ഒരു ഭാഗത്ത് നടത്തുകയാണ്. അതിനെ സ്വാഭാവികമായും പ്രതിരോധിക്കുക, ഒപ്പം അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത നാളുകളിൽ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടിയ
നിരവധി ദേശസ്നേഹികളുണ്ട്, ഭരണഘടനയെ വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം ദേശസ്നേഹികളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ത്യാഗോജ്വലമായ ബലിദാനങ്ങളും അതല്ലെങ്കിൽ ഇന്ന് അടിയന്തരാവസ്ഥയുടെ ആ കരാളഹസ്തങ്ങളിൽ അതിനെതിരെ പോരാടിയവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി ബലിദാനികളുണ്ട്. അവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം, ഇതൊക്കെയാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരും BJPയും ലക്ഷ്യമിടുന്നത്. ദൃശ്യം. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ജൂൺ 25-ന് സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്.